സൂപ്പറായിരുന്നു. കോമഡി ഒക്കെ ഉണ്ടായിരുന്നു. നല്ല പരിപാടിയായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ഫുള്ള് കറങ്ങിത്തിരിഞ്ഞ് ഒരു മൂഡിലോട്ട് തന്നെ ഉണ്ടായിരുന്നു. ഒരു പരിപാടി ഷാനിഫൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് നല്ല രസമുണ്ടായിരുന്നു. ഡയറക്ഷൻ പരിപാടികളൊക്കെ രസമുണ്ടായിരുന്നു. ഫൺ പരിപാടിയാണ് മൊത്തത്തിൽ. ചിരിക്കാനുണ്ട്. ഫൺ പരിപാടിയാണ് മൊത്തത്തിൽ. കോമഡി പരിപാടിയാണ്. രസമുള്ളൊരു ഷോ വെബ് സീരീസ് ആണ്. മനുരാജ് മാർഷൽ കുറേ സുഹൃത്തുക്കൾ അസോസിയേറ്റഡ് ആയിട്ടുണ്ട്. അതിന് പ്രിവ്യൂ കണ്ടിറങ്ങിയിട്ട് ഭയങ്കര രസമുണ്ട്. ഇങ്ങനത്തെ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ പരിപാടി പോലത്തെ ഒരു സാധനം കുറച്ച് നാളായി ഞാൻ കണ്ടിട്ട്. പക്ഷെ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാവരും. ഞാനതിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെറിയ മക്കളടക്കം എല്ലാവരും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് യൂട്യൂബിലോട്ട് വരുമ്പോൾ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ്. വെബ് സീരീസ് ആയിട്ട് യൂട്യൂബിൽ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം. നല്ല നീറ്റായിട്ടുള്ള ഒരു വർക്കാണ്. നല്ല ഹ്യൂമർ. എല്ലാ ആർട്ടിസ്റ്റും എല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ക്യാമറ എഡിറ്റിംഗ്, എവറിത്തിങ് ടെക്നിക്കലി നല്ല പെർഫെക്റ്റ് ഒരു മനോരാജ്യം മാർച്ച് മാസം. അതിൽ ഫീമെയിൽ ലീഡ് ചെയ്തിരിക്കുന്ന ഞാനാണ്. ഞാൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇതിലേക്ക് വന്ന ഒരാളാണ്. ബിക്കോസ് ആഷിക്ക് എന്നെ ഇതിലേക്ക് വിളിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ ആണ് ഞാനിതിൽ വരുന്നത്. വിളിച്ചിട്ട് ഫസ്റ്റ് എൻ്റെ അടുത്ത് സ്റ്റോറി പറയുമ്പോൾ ഞാൻ സ്റ്റോറി കേട്ടത് അവന് ഭയങ്കര നരേഷനിൽ ഭയങ്കര സ്കില്ലുള്ള ഒരാളാണ്. ഞാൻ ഭയങ്കരമായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് കേട്ടിരുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കേട്ടു. അതുപോലെ നീ ഇത് ക്യാമറ ഇതെല്ലാം ചെയ്തിട്ട് ഡയറക്റ്റ് ചെയ്തിട്ട് ഇത് പുറത്ത് വരുമ്പോൾ ഞാൻ ആസ്വദിച്ച പോലെ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റട്ടെ എന്നുള്ളൊരാഗ്രഹത്തിലാണ് ഞങ്ങളിത് തുടങ്ങിയത്. ആക്ച്വലി ഇതിന് പുറകെ ഞങ്ങൾ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ആണെങ്കിലും അതാണെങ്കിലും ഫൈനലി ഞങ്ങൾക്ക് അൻവരിക്കാൻ്റെ ഹെൽപ്പോട് കൂടി ഇപ്പോൾ ഇങ്ങനൊരു റിവ്യൂ എപ്പിസോഡ് വൈസ് മനോരാജ്യം മാർച്ച് മാസം ഞങ്ങളുടെ വെബ് സീരീസ് നിങ്ങളിലേക്ക് എത്താണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഒരുപാട് വർക്ക് ഇവരുടെ കൂടെ ഒപ്പം ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക്. എനിക്കിതിന് പാട്ടാവാൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമ്മൾ 3 ഷോർട്ട് ഫിലിമാണ് പോലെപ്പൂരം, ഒരു ക്ലേശ പ്രേം കഹാനി, പെയ്ത്ത് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമാണ് സീറോ കട്ടിൻ്റെ പ്രൊഡക്ഷനിൽ ഇറക്കിയിരുന്നത്. അതിൽ പെയ്ത്ത് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിന് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടി. അതിപ്പോൾ നന്നായി പോകുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന വെബ് സീരീസാണ് ഇത്, മനോരാജ്യം മാർച്ച് മാസം. അപ്പോൾ ഈ 3 ഷോർട്ട് ഫിലിംസ് ആയിരുന്നു. ഇത് 5 എപ്പിസോഡുള്ള ഒരു വെബ് സീരീസാണ്. ഇതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പുതിയ ആൾക്കാരാണ് അഭിനയിച്ചിട്ടുള്ളതൊക്കെ. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്നൊരു വിശ്വാസം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. മനോരാജ്യം മാർച്ച് മാസം, സീറോ കട്ട് പ്രൊഡക്ഷൻസ്. അപ്പോൾ മനോരാജ്യം മാർച്ച് മാസം എന്നോട് ഒരപ്പോഴേ റിവ്യൂ ആയിരുന്നു. കണ്ട എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. ഒരുപാട് റെസ്പോൺസ് കിട്ടി നമുക്ക്. അപ്പോൾ അടുത്ത് തന്നെ നമ്മുടെ സീറോ കട്ട് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഇത് അപ്ലോഡ് ആവുന്നതാണ്. അപ്പോൾ എല്ലാവരും കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ കണ്ടപ്പോൾ അവരുടെയൊക്കെ റെസ്പോൺസ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, ഭയങ്കര സുഖമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിലായി പോയിട്ട് കുറേ പേര് എല്ലാവരും കൂടെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഞാനും ആദ്യമായിട്ട് സ്വന്തം വർക്ക് ഇത്ര നാൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും പുറത്ത് വരുന്ന തിയേറ്ററാണ്. അവിടെ നമ്മുടെ വർക്ക് പ്ലേ ആയപ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷത്തിൻ്റെ ഇടയിൽ ഞാൻ മുങ്ങി പോയി. കുറേ സീൻസിൽ കുറേ എല്ലാവരും ചിരിക്കണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ തോന്നി? കുറേ അത്യാവശ്യം കാര്യങ്ങൾ വർക്കായി എന്ന് തോന്നി. പിന്നെ കുറേ കാര്യങ്ങൾ കുറച്ച് മിസ്റ്റേക്സും ഉണ്ട്. അത് ഞാൻ നോക്കിയിട്ടുണ്ട്. സോറൊക്കെ അടുത്ത മണിക്കൂർ സെറ്റാക്കണം എന്ന് കരുതുന്നു. ഓക്കെ, എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. നമ്മൾ പ്രിവ്യൂ പ്ലാൻ ചെയ്ത ദിവസം തന്നെ ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര മഴയായിട്ട് കൂടി എല്ലാവരും, അതായത് ഏകദേശം ഒരു 150 പേരോളം തിയേറ്ററിലെത്തി. അത് തന്നെ ഭയങ്കര സന്തോഷം. ഞങ്ങളെല്ലാവരും ബിഗ് സ്ക്രീനിൽ കാണാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. എല്ലാം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. എല്ലാവരും നല്ല കോമഡിയൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. അത് തന്നെ ഭയങ്കര സന്തോഷം. പിന്നെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ മുഖം
കുറച്ചുകൂടി വലുതായിട്ട് കാണുമല്ലോ. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻസ് ഒക്കെ മൈന്യൂട്ടായിട്ട് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് കുറവുകളുണ്ട്, അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ ഇനിയും സിനിമ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ്. അതുകൊണ്ട് വലിയ സ്ക്രീനിൽ നമ്മുടെ സീരിയലൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും സീറോ കട്ടിൻ്റെ ചാനലിൽ മനോരാജ് മാർച്ച് മാസം കാണണം. റിലീസ് ഉണ്ടാവും, ഉടനെ റിലീസ് ഉണ്ടാവും, എല്ലാവരും കാണണം. ഞാനിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ വലിയ വർക്ക് ഞാൻ പ്രതീക്ഷേനെക്കാട്ടും തിയേറ്ററിൽ കാണുമ്പോൾ ഒന്നുകൂടി എല്ലാവരും പെർഫോമൻസിലൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും. മൊത്തത്തിലൊരു ഞാൻ പ്രതീക്ഷയെക്കാട്ടും ഒരു പടി മുകളിൽ വന്നതായിട്ട് തോന്നി. ഇന്ന് നമ്മുടെ മനോരാജ് മാർച്ച് മാസം റിലീസായി റിവ്യൂ കഴിഞ്ഞിട്ടേക്കാണ്. എന്താ പറയുക, ഭയങ്കര സന്തോഷം. ഏകദേശം ഒരു 2 വർഷം അടുത്താണ് നമ്മുടെ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു ഒരു ദിവസമായിട്ട്. ഇങ്ങനെ ഇത്ര നാളും വെയിറ്റ് ചെയ്ത് ഇരുന്ന് എന്താ പറയുക, ഗ്രേറ്റ് തിങ്സ് ടേക്സ് ടൈം എന്ന് പറഞ്ഞ പോലെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു സന്തോഷം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. അതുപോലെ തന്നെ കണ്ടവർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഇപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഉടൻ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും കാണുക. ഫ്രണ്ട്സായിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന് കയറിയപ്പോൾ ഭയങ്കര ടെൻഷനാണ്. അതായത് എങ്ങനെയാകും, എന്താകും, എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു സംഭവം ഉണ്ടാകും ഭയങ്കരമായിട്ട്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അതായത് നമ്മൾ വർക്കൗട്ട് ആകുമെന്ന് എക്സ്പെക്ട് ചെയ്ത കുറേ ഏരിയാസ് ഉണ്ടായിരുന്നു. ആ ഏരിയാസിൽ സ്വാഭാവികമായിട്ട് ചിരി വന്നപ്പോഴത്തേക്ക് നമുക്ക് ഉണ്ട് സാധനം കിട്ടി, ഓക്കെ ആയിട്ടുണ്ട്, ആൾക്കാർ കണക്ട് ആയിട്ടുണ്ട് എന്നുള്ളൊരു സംഭവം കിട്ടി. അത് കണ്ടപ്പോൾ തന്നെ പാതി ടെൻഷനും പോയി, ഒരു സാറ്റിസ്ഫാക്ഷനും വന്നു. പിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും എല്ലാവരും അറിയണവരാണെങ്കിൽ തന്നെ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഒരു ക്ലാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ്. ആ ക്ലാപ്പ് കിട്ടിയപ്പോൾ തന്നെ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സ് നിറഞ്ഞ് കണ്ണ് നിറഞ്ഞു എന്ന് പറഞ്ഞൊരു അവസ്ഥയിലായിരുന്നു. ഈ ബിഗ് സ്ക്രീനിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു സ്വപ്നമായിരുന്നു. അതായത് ഇവിടെ സിനിമാസിൽ നമ്മൾ വന്നിട്ട് ഇരുന്ന് കുറേ സിനിമകൾ കണ്ടിട്ടുള്ള. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ തന്നെ മുഖം, അതായത് എൻ്റെ ഒരു ഷോട്ട്, ഒരു ക്ലോസ് ഷോട്ട് ഫുൾ സ്ക്രീനിൽ കണ്ടപ്പോൾ തന്നെ വളരെ എന്താ പറയുക, വല്ലാത്തൊരു രോമാഞ്ചമാണോ എന്തൊക്കെയോ വല്ലാത്തൊരു ഫീലായിരുന്നു. അതായത് നമുക്ക് എന്താ പറയുക, ഒന്നും സംസാരിക്കാൻ പറ്റാത്തൊരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഫീലായിരുന്നു. എന്തായാലും വളരെ സന്തോഷം. ഒരുപാട് നല്ല അഭിപ്രായം കിട്ടി കഴിഞ്ഞപ്പോൾ തന്നെ വല്ലാത്തൊരു എന്താ പറയുക, ഭയങ്കര സന്തോഷം.